ഒരു സന്ദേശത്തിൽ ആരംഭിച്ച പ്രണയം. എറണാകുളം നഗരത്തിൽ താമസിച്ചിരുന്ന രാഹുൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ദിവസവും ജോലി, വീട്ടിലേക്ക് മടങ്ങിവരിക, ഫോൺ നോക്കി സമയം ചെലവാക്കുക, അതായിരുന്നു അവന്റെ സാധാരണ ജീവിതം. ഒരു രാത്രി അവന്റെ ഫോണിലേക്ക് ഒരു തെറ്റായ മെസ്സേജ് വന്നു. ഹായ്, നീ എത്തിച്ചേർന്നോ? ഞാൻ കാത്തിരിക്കുന്നു. രാഹുൽ അത്ഭുതപ്പെട്ടു. ആരാണെന്നറിയില്ല. അവൻ മറുപടി അയച്ചു, ക്ഷമിക്കണം, നിങ്ങൾ തെറ്റായ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മറുപടി വന്നു, ഓ സോറി, തെറ്റായിപ്പോയി. അവൾ ഒരു സ്മൈലി അയച്ചു. അവളുടെ പേര് ദിയ. അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം ആരംഭിച്ചത്. ആദ്യ ദിവസം വെറും ചെറിയ സംസാരങ്ങൾ മാത്രം. പിന്നീട് ദിവസവും സംസാരിക്കാൻ തുടങ്ങി. അവർ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു, സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ചിലപ്പോ രാത്രി ഒന്നാകെ ചാറ്റ് ചെയ്തു. രാഹുൽ മനസ്സിലാക്കി, ദിയ വളരെ സ്നേഹമുള്ളൊരു പെൺകുട്ടിയാണെന്ന്. ഒരു ദിവസം ദിയ ചോദിച്ചു, രാഹുൽ, നാം ഇത്രയും ദിവസമായി സംസാരിക്കുന്നു, പക്ഷേ ഒരിക്കലും കണ്ടിട്ടില്ല. രാഹുൽ ചിരിച്ചു പറഞ്ഞു, അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ വളരെ നാളായി അറിയുന്ന പോലെ. ദിയ കുറച്ചു നിമിഷം നിശബ്ദമായി. എനിക്കും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ സൗഹൃദം പതുക്കെ പ്രണയമായി മാറി. പക്ഷെ അവർ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. ഒരു ദിവസം രാഹുൽ ധൈര്യം കണ്ടെത്തി ചോദിച്ചു, ദിയ, നമുക്കൊരിക്കൽ നേരിൽ കാണാമോ? അവൾ കുറച്ചു നിമിഷം മറുപടി നൽകിയില്ല. പിന്നീട് അവൾ എഴുതി, ശരി, നാളെ വൈകുന്നേരം 5 മണിക്ക് മറൈൻ ഡ്രൈവിൽ വരൂ. അടുത്ത ദിവസം രാഹുലിന്റെ ഹൃദയം വളരെ വേഗത്തിൽ തട്ടുകയായിരുന്നു. അവൻ മറൈൻ ഡ്രൈവിലെത്തി. അവൻ ചുറ്റും നോക്കി, പക്ഷെ ദിയയെ കണ്ടില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി പതുക്കെ അവന്റെ അടുത്തേക്ക് നടക്കുന്നത്. അവൾ ചിരിച്ചു പറഞ്ഞു, രാഹുൽ എന്ന്. രാഹുൽ അവളെ നോക്കി. അവൾ തന്നെയാണ് ദിയ. ആ നിമിഷം അവൻ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ വലിയ കഥകളിൽ നിന്ന് തുടങ്ങുന്നില്ല, ഒരു ചെറിയ സന്ദേശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ സായാഹ്നത്തിൽ കടൽക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പക്ഷേ രാഹുലിന്റെയും ദിയയുടെയും ഹൃദയങ്ങളിൽ ഒരു പുതിയ പ്രണയം ആരംഭിച്ചു. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പട്ടണം. പഴയ ഒരു വാച്ച് റിപ്പയർ ഷോപ്പ്, രാജൻ വാച്ച് വർക്ക്സ്. ആ ഷോപ്പ് നടത്തിയത് രാജൻ. ചെറുതായ കട, ഭിത്തിയിൽ പലതരം പഴയ മണിക്കൂറുകൾ. ടിക് ടിക് ടിക്. അവ ശബ്ദം മാത്രം. ആ കടയുടെ ജീവൻ. രാജന് ഒരേയൊരു മകൻ, അർജുൻ. അവൻ പഠനത്തിൽ നല്ലതായിരുന്നു, പക്ഷെ അച്ഛന്റെ കടയോട് ഇഷ്ടമില്ല. അച്ഛാ, ഈ പഴയ കട കൊണ്ട് എന്ത് ലാഭം? ഞാൻ നഗരത്തിലേക്ക് പോകും, വലിയ ജോലിയെടുക്കും. രാജൻ ഒന്നും പറഞ്ഞില്ല. കൈയിലെ ചെറിയ സ്ക്രൂ തിരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അർജുൻ നഗരത്തിലേക്ക് പോയി. IT കമ്പനിയിൽ ജോലി കിട്ടി. പുതിയ ജീവിതം തുടങ്ങി. ആദ്യകാലത്ത് ഫോൺ വിളികൾ ഉണ്ടായിരുന്നു. പിന്നീട് ബിസി ലൈഫ്. രാജൻ ഓരോ ദിവസവും കട തുറക്കും, പഴയ വാച്ചുകൾ ശരിയാക്കും. പക്ഷെ കണ്ണുകൾ വാതിലിലേക്ക്. ഒരു ദിവസം ഒരു വയോധിക സ്ത്രീ ഒരു തകർന്ന കൈമണിക്കൂർ കൊണ്ടുവന്നു. ഇതെന്റെ ഭർത്താവിന്റെ ഓർമ്മയാണ്, ശരിയാക്കാമോ? രാജൻ മണിക്കൂർ തുറന്നുനോക്കി. വളരെ പഴയ മോഡൽ, സ്പെയർ പാർട്സ് ഇല്ല. എങ്കിലും അവൻ പൂർണ്ണരാത്രി അത് ശരിയാക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം മണിക്കൂർ വീണ്ടും ടിക് ടിക് തുടങ്ങി. വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു, അവൾ പറഞ്ഞു. രാജൻ മൃദുവായി ചിരിച്ചു. ആ രാത്രി അവന് ചെറിയ നെഞ്ചുവേദന. ആർക്കും പറഞ്ഞില്ല. അടുത്ത ദിവസം കട തുറന്നില്ല. ഗ്രാമക്കാർ വാതിൽ തുറന്നു നോക്കുമ്പോൾ രാജൻ കസേരയിൽ ശാന്തമായി ഇരിക്കുകയാണ്. കയ്യിൽ ഒരു പഴയ കൈമണിക്കൂർ, അർജുന്റെ ബാല്യകാല സമ്മാനം. നഗരത്തിൽ അർജുൻ ഒരു ദിവസം അമ്മയുടെ വിളിയേറ്റു, അച്ഛൻ. അവൻ ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി. കടയിൽ കയറുമ്പോൾ ടിക് ടിക് ശബ്ദം കേട്ടു. പക്ഷെ അച്ഛന്റെ ശബ്ദമില്ല. മേശപ്പുറത്തൊരു ചെറിയ കുറിപ്പ്, മോനെ, മണിക്കൂർ ശരിയാക്കുമ്പോൾ ഞാൻ പഠിച്ചതൊന്നു മാത്രം. സമയമൊരിക്കലും നിർത്താൻ പറ്റില്ല, പക്ഷെ അതിനുള്ളിൽ സ്നേഹം നിർത്താം. എനിക്ക് നിന്നോടുള്ള സ്നേഹം എപ്പോഴും ടിക് ടിക് ചെയ്യുന്നു. അർജുൻ കരഞ്ഞു. അവൻ അച്ഛന്റെ കട അടച്ചില്ല,
നഗരജോലി ഉപേക്ഷിച്ചു. കട വീണ്ടും തുറന്നു. പുതിയ ബോർഡ്, രാജൻ ആൻഡ് സൺസ്. കടയിൽ ഇന്നും ടിക് ടിക് ശബ്ദം. പക്ഷെ അർജുനത് അച്ഛന്റെ ഹൃദയമിടിപ്പ് പോലെ തോന്നും. സന്ദേശം: സമയം തിരിച്ചുവരില്ല, പക്ഷെ സമയമുള്ളപ്പോൾ സ്നേഹം തിരികെ നൽകാം.